ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷമായ സ്നേഹക്കൂട്ടിന് വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ എന്താ പറയുക, രാജലക്ഷ്മിനെയും പാറുവിനെയും വിശ്വത്തിനെയാണ്. അപ്പോൾ പാറു അക്യുപഞ്ചർ ചികിത്സയൊക്കെ ആയിട്ട് രാജലക്ഷ്മിയുടെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ വേഗം തന്നെ അതെ, എനിക്ക് ചികിത്സയൊന്നും വേണ്ട എന്ന് പറഞ്ഞു. അസുഖം മാറാൻ വേണ്ടിയല്ലേമേ വിശ്വ, അമ്മയുടെ കയ്യും കാലും ഒക്കെ ഒന്ന് പിടിച്ചേ, ആ കാലും കൂടി കൂട്ടിക്കെട്ടിയ അടിച്ചു കയറ്റാം, ഞാൻ പോയി കയറെടുക്കാം എന്ന് പറഞ്ഞു. അയ്യോ വേണ്ട, എന്റെ കാലിൽ സൂചി അടിച്ചു കയറ്റണ്ട, ദേ നോക്കി കാല് അനങ്ങുന്നുണ്ട്, എന്റെ അസുഖമൊക്കെ മാറി. അയ്യോ അമ്മേ, അതിപ്പോ ഇത്ര മാറിയാ പോരാ, അമ്മയ്ക്ക് പഴയതുപോലെ ഓടിച്ചാടി നടക്കണ്ടേ, അപ്പൊ ഇത് ചെയ്തേ പറ്റൂ. പിടി, എനിക്ക് നിൽക്കാം, എനിക്ക് കാലനക്കാം, ദേ ഓടാം, കണ്ട ഡാൻസ് കളിക്കാം, അയ്യോ ചെരുപ്പൊക്കെ ഇടാം. അയ്യോ അത്ഭുതമായിരിക്കുന്നു, കഷ്ടം തന്നെ, അത്ഭുതമല്ല വിശ്വ. ആക്കുപ്പഞ്ചർ എന്ന് കേട്ടപ്പോ തന്നെ അമ്മയുടെ രോഗം മാറി. വിശ്വ പറഞ്ഞപ്പോഴേ മാറിയെങ്കിൽ ഇത് പ്രയോഗിച്ചെങ്കിലോ നമ്മൾ കൂടുതൽ ആരോഗ്യത്തോടെ അമ്മ പഴയതിനേക്കാൾ നന്നായി ഓടിച്ചാടിയനെ. അതെ പാറു, നമുക്ക് എന്തായാലും ആ ചികിത്സ ചെയ്തേ പറ്റുമോ. വാ അമ്മ അവിടെ കിടക്ക്, വിറ മാറങ്ങോട്ട് എന്ന് പറഞ്ഞു. എല്ലാം കൂടെ എന്റെ നെഞ്ചത്തോട്ട് കേറുക എന്ന് പറഞ്ഞ് രാജലക്ഷ്മി ഇവരെ തള്ളി മാറ്റിയിട്ട് ഓടുകയാണ് കേട്ടോ. ഇത് കണ്ട പാറവും വിശ്വവും ഭയങ്കര സന്തോഷമായി, രണ്ടുപേരുടെ ഭയങ്കര ചിരിയാണ്. അപ്പൊ രാജലക്ഷ്മിക്ക് ഉഗ്രം പണി തന്നെയാണ് കൊടുത്തത്. പിന്നെ കാണുന്നത് നമ്മുടെ സേതുവിനെയും പല്ലവിനെയാണ്. അപ്പൊ രണ്ടുപേരുടെ കടൽ തീരത്തേക്ക് എത്തിയിരിക്കുകയാണ്. എന്താ സേതുവേട്ടാ എന്ന് ചോദിച്ചു. വാടോ എന്ന് പറഞ്ഞു. എന്നിട്ട് പല്ലവി അവിടെ കൊണ്ടുപോയിട്ട് ആള് കയ്യിലെടുത്ത് നിന്ന് കറങ്ങാട്ടോ. സേതുവേട്ടാ എന്നെ താഴെ നിർത്ത് സേതുവേട്ടാ, എന്തി കാണിക്കുന്നത് എന്ന് ചോദിച്ചു. ഈ സേതുവേട്ടന്റെ ഒരു കാര്യം, സത്യം പറഞ്ഞാലേ സന്തോഷം അതെങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് എനിക്കറിയില്ല എന്റെ പല്ലവി, ഇങ്ങനൊക്കെ എനിക്ക് കഴിയുള്ളൂ. അതുകൊണ്ടാ ഇന്ന് പല്ലവി എല്ലാം കോടതിയിൽ പറഞ്ഞ ദിവസമല്ലേ ഇത്. മനസാക്ഷിയുള്ള ആരും പല്ലവി അനുഭവിച്ച പ്രയാസങ്ങള് മനസ്സിലാക്കുന്നേ. അത് മാത്രമല്ല, ഈ ഡിവോഴ്സ് അധികം കാത്തിരിക്കേണ്ടി വരില്ല, അത് കിട്ടിയിരിക്കും. എന്തോ കിട്ടിക്കഴിഞ്ഞ് സന്തോഷിക്കാനാണ് എനിക്ക് താല്പര്യം. അവസാന നിമിഷം എന്തെങ്കിലും തടസ്സം വന്നാൽ എന്തു ചെയ്യും? ഒരു തടസ്സവും വല്ല. അതെ, ഇനി അഥവാ തടസ്സം വന്നാൽ ആ തടസ്സത്തെ ദേ ഇപ്പൊ പല്ലവിയെ ഞാൻ എടുത്തില്ലേ, ഇതുപോലെ എടുത്ത് കറക്കി ഞാൻ കടലിലേക്ക് എറിയും. എന്നെ കടലിലേക്ക് എറിയൂ? അപ്പൊ എന്റെ പൊന്നു പല്ലവി തന്നെയല്ല, തടസ്സത്തെ. മനസ്സിലായില്ലേ തനിക്ക്? ഇനി എന്റെയും തന്റെയും ലോകോ വരാനിരിക്കുന്നത് ദേ ഇവിടെ തീരാൻ പോവാ എന്ന് പറഞ്ഞു. എടോ, ഇനി നമ്മുടെ ലോകാ വരാൻ പോണെന്നാ ഉദ്ദേശിച്ചത്, നമ്മുടെ മാത്രം ലോകം. മനസ്സിലായോ തനിക്ക് എന്ന് ചോദിച്ചു. എന്നാ പിന്നെ ഞാൻ ഒന്നുകൂടി എന്റെ സന്തോഷം പ്രകടിപ്പിച്ചാലോ? വേണ്ട സേതുട്ടാ, ചെറുതായിട്ട് ഒരു പ്രാവശ്യം ഒന്നുകൂടെ. സേതുട്ടാ വേണ്ട സേതുട്ടാ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. എന്നിട്ട് ഇവർ രണ്ടുപേരുടെ കടൽ തീരത്തോടെ ഓടുകയും കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്ത് ഭയങ്കര സന്തോഷമായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. പിന്നെ കാണാം നമ്മുടെ അച്ചുവിനെയാണ്. അച്ചു നല്ല ഓട്ടോറിക്ഷയ്ക്ക് ഓടിക്കാൻ നല്ല വെടിപ്പായിട്ട് പഠിച്ചിട്ട് ആള് ഭയങ്കര ഹാപ്പിയാണ്. അച്ചു ഇറങ്ങി വന്നിട്ട് ആശാനെ എന്ന് വിളിച്ചു. ആ കുട്ടി നന്നായി ഓട്ടോറിക്ഷ ഓടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. എല്ലാം ആശാന്റെ അനുഗ്രഹം കൊണ്ട് ഓടിക്കാൻ പറ്റി. എത്ര വലിയ ആശാൻ ഉണ്ടാകിലും നിങ്ങൾ നന്നായി ഓടിച്ചില്ലെങ്കിൽ തീർന്നില്ലേ. ആശാൻ മാത്രമല്ല, ശിഷ്യന്മാര് നന്നായിരിക്കണം, എന്നാലല്ലേ ശരി ആശാനെ എന്ന് പറഞ്ഞു പോയി. വലിയ വീട്ടിലെ കൊച്ചാ, എന്നാൽ അതിന്റെ അഹങ്കാരമൊന്നും ആ കൊച്ചിനില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്നവരോടൊക്കെ പറയുകയാണ് കേട്ടോ. പിന്നെ കാണുന്നത് ഇന്ദ്രനെയാണ്. ഇന്ദ്രനാകെ മൂഡ് ഓഫ് ആയിട്ട് ദേണ്ട ഒരു മൂലയ്ക്ക് ഇങ്ങനെ കുത്തിയിരിപ്പാണ്. ആകെ ഡള്ളായി പോയി. ഇനി എന്ത് ചെയ്യും എന്നാണ് ആളുടെ ചിന്ത. രാജലക്ഷ്മി അങ്ങോട്ടേക്ക് വന്നു. ആ നീ ഇവിടെ ഇരിക്കായിരുന്നോ, എന്ത് പറ്റിയടാ നിനക്ക് എന്നൊക്കെ ചോദിച്ചു. അപ്പോഴും ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ഞാനങ്ങാതെ നിൽക്കുക. എന്താണ് അതിന്റെ മുഖം വല്ലാണ്ടിരിക്കുന്നത്? ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഹാ എന്താണെങ്കിലും പറയടാ, എന്നോടെങ്കിലും പറയടാ, ഇപ്പൊ ഒന്നും പറയാനില്ലെന്നോ ഇല്ലാന്നില്ലേ പറഞ്ഞത് എന്ന് ചോദിച്ചു. ദേ എന്റെ മനസ്സിലെ സങ്കടം അമ്മയോട് പറഞ്ഞാലൊന്നും മാറാൻ പോണൊന്നുമില്ല. അത് മാറണമെങ്കിൽ വേണ്ട, എന്തിനാ വെറുതെ ഇനിയിപ്പൊ അതിനെ പറ്റിയൊക്കെ ചിന്തിക്കുന്നത്, ശരിയാവില്ല. ഇത്രയും സങ്കടം വരാൻ എന്തുണ്ടായി എന്നത് പറ. ഒന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞില്ലേ, ഒന്ന് സ്വൈര്യം തരാവോ? ശരി എന്നായിക്കോട്ടെ, നിനക്ക് സ്വൈര്യം കിട്ടട്ടെ, അല്ലെങ്കിലും സ്വസ്ഥതയാണല്ലോ മനുഷ്യർക്ക് വേണ്ടത്, ഞാനായിട്ട് കളയുന്നില്ല, അവിടെ ഇരുന്നോ എന്ന് പറഞ്ഞ് രാജലക്ഷ്മി അങ്ങ് പോയി.
അപ്പൊ ഇന്ദ്രൻ ഇങ്ങനെ നോക്കുമ്പോ പാറു കിച്ചണില് ജോലി ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ. ഇന്ദ്രൻ പതുക്കെ അങ്ങോട്ടേക്ക് ചെന്നു. എന്നിട്ട് പാറുവിന്റെ 2-3 പിക്ചർ, ആ ജോലി ചെയ്യുന്ന പിക്ചർ ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് വിശ്വ എന്ന് വിളിച്ചോണ്ട് ചായ ഇടുകയായിരുന്നു. വിശ്വത്തിന് കൊണ്ടുപോയി ചായ കൊണ്ട് കൊടുത്തു പാറു. കൊടുത്തിട്ട് അതെ ഏട്ടൻ വന്നിട്ടുണ്ട് എന്ന് പറയാണ്. ആണോ, നിന്നോട് വല്ല ചോദിക്കോ ചെയ്തോ? സംസാരിച്ചില്ല എന്ന് പറഞ്ഞു. ദേഷ്യം കാണുമായിരിക്കും. ചേച്ചിയുടെ കയ്യിൽ നിന്ന് അടി കിട്ടിയ ദിവസമല്ലേ, പിന്നെങ്ങനെയാ? താൻ സൂക്ഷിക്കണം. എന്തും ചേച്ചിയോട് തോറ്റേണ്ട ദേഷ്യം തന്നോട് തീർക്കാൻ സാധ്യതയുണ്ട്. ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞു പാറു. ഈ സമയത്ത് ഇന്ദ്രൻ നേരെ കിച്ചണിലേക്ക് കയറി. എന്നിട്ട് ഗ്യാസിന്റെ വാൽവും തുറന്ന് ഗ്യാസ് സ്റ്റൗവിന്റെ ഇതെല്ലാം ഓൺ ആക്കി വെക്കാണ്. അപ്പൊ പാറു വേഗം തന്നെ വിശ്വ, ഗ്യാസിന്റെ മണം വരുന്നില്ലേ? ഇപ്പൊ തീ കത്തിക്കണ്ട, ജനലും വാതിലും തുറന്നിടാ, വാ വേഗം എന്ന് പറഞ്ഞ് ഇവരെ രണ്ടുപേരോട് ചെന്ന് ആ വാതിലും ജനലും എല്ലാം തുറന്നിടുകയാണ് കേട്ടോ. അപ്പൊ ഇന്ദ്രന്റെ ആ പ്ലാൻ എല്ലാം ചീറ്റിപ്പോയി. എന്നിട്ട് ഇന്ദ്രൻ വേഗം തന്നെ റൂമിലേക്ക് കയറി പോവുകയും ചെയ്തു കേട്ടോ. ഇനി അവിടെ നിന്ന പന്തേടാണെന്ന് മനസ്സിലായി. പിന്നെ കാണുന്ന ഇന്ദ്രൻ നേരെ കോളേജിലേക്ക് ചെല്ലുകയാണ്, പല്ലവിയുടെ കോളേജിലേക്ക്. അപ്പൊ സെക്യൂരിറ്റി പുറകെ ഓടുന്നുണ്ട്. നിർത്തലോ എന്ന് പറഞ്ഞു. അപ്പൊ പല്ലവിയുടെ എടുത്തുകൊണ്ട് നിർത്തി. എന്നാ ശേഷം, അതെ ചേട്ടാ, നിങ്ങളോടല്ലേ പറഞ്ഞത് ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റില്ലാന്ന്? ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റില്ലാന്ന് തന്നോട് ആരോടോ പറഞ്ഞത്? നോക്ക്, നന്നായി പാർക്ക് ചെയ്യാൻ പറ്റൂലോ. താനൊന്ന് മാറ, ഇപ്പൊ എടുത്ത് മാറ്റാടോ എന്ന് പറഞ്ഞ് ഇന്ദ്രൻ നേരെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നേരെ നമ്മുടെ പല്ലവിയുടെ അടുത്തേക്ക് ചെല്ലാണ്. ആഘോഷമൊക്കെ കഴിഞ്ഞോ എന്ന് ചോദിച്ചു. എന്തിന്റെ ആഘോഷം? അല്ല, എന്തിനാ ഇപ്പൊ ഇത്ര വലിയ ആഘോഷം? ഡിവോഴ്സ് കിട്ടാൻ പോവല്ലേ, അപ്പൊ പിന്നെ വിധി വരട്ടെ, അപ്പൊ ഞാൻ വേണ്ടത് ചെയ്തോളാം എന്ന് പറഞ്ഞു പല്ലവി. പക്ഷെ ഞാൻ ആഘോഷം തുടങ്ങി കേട്ടോ. വിജയം മാത്രമല്ലല്ലോ, പരാജയവും ആഘോഷിക്കണമല്ലോ. അതല്ലേ അതിന്റെ ഒരു ഇത് എന്ന് ചോദിച്ചു. എങ്ങനെയൊക്കെ ആഘോഷിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഇപ്പോൾ ഉള്ളത്, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാ നമ്മുടെ പാറുവിനെ കണ്ടത്. അവള് കിച്ചണിലെ ജോലി ഇങ്ങനെ ചെയ്തോണ്ടിരിക്കാന്നേ. എന്നെ അവള് കാണുന്നതേയില്ല. പക്ഷെ ഞാൻ അവളെ കാണുകയും ചെയ്തു. എന്നെ അനിയത്തി എന്തെങ്കിലും ചെയ്താലുണ്ടല്ലോ തന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇവൻ വേഗം തന്നെ കായ്താത്തറി എന്ന് പറഞ്ഞു. ഒന്നും ചെയ്തില്ല, ചെയ്യും, ഐ വിൽ ഷോ സംതിങ് എന്ന് പറഞ്ഞു. ആ ഫോട്ടോ, പാറിന്റെ ഫോട്ടോ എടുത്തല്ലോ, അതിങ്ങനെ കാണിച്ചു കൊടുക്കാണ്. ദാ, എനിക്കൊന്നും കാണണ്ട, ഇത് കാണടി, നീ കണ്ടേ പറ്റൂ. ഇനി എങ്കിലേ ഞാൻ പറയുന്നതിന്റെ ഗൗരവം നിനക്കിപ്പം മനസ്സിലാവൂ. അപ്പൊ പാറുവിന്റെ ഫോട്ടോ ഒന്ന് പല്ലവി നോക്കി കേട്ടോ. അതെ, ഇതെന്തുകൊണ്ടാ കാണിച്ചതെന്ന് നിനക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചു. കിച്ചൺ കണ്ടില്ലേ, എത്ര നല്ല കിച്ചണല്ലേ. അനിയത്തിയും കണ്ടില്ലേ അവിടെ. പക്ഷെ കിച്ചണില് ഒരു ഗ്യാസ് കുറ്റി ഇരിപ്പുണ്ട്. അതിപ്പോ തൽക്കാലം സേഫാണ്, പക്ഷേ നാളെ അത് സേഫ് ആയിരിക്കില്ല. അതാണൊരു പ്രശ്നം. അതിന്റെ ക്യാപ്പ് ഇങ്ങനെ തുറന്നു കിടക്കും. പിന്നെ ഗ്യാസ് ഇങ്ങനെ കിച്ചൺ മുഴുവൻ ഇങ്ങനെ പടർന്നു പിടിക്കും. നല്ല സ്മെല്ലൊക്കെ ഉണ്ടാവും കേട്ടോ. ആ സമയത്ത് നിന്റെ അനിയത്തി ഉറപ്പായിട്ടും സ്മെല്ല് ഓഫ് ആക്കാനായിട്ട് നോക്കും, അതിലൊരു സംശയമില്ലാന്നേ. അപ്പോ കുക്ക് ചെയ്യാൻ വരുന്ന നിന്റെ അനിയത്തി ഗ്യാസ് ലീക്ക് ആണെന്നൊക്കെ സംശയിച്ചെന്നിരിക്കും. പക്ഷേ അങ്ങനെ സംശയിച്ചു നിൽക്കുന്നതിന്റെ ഇടയിൽ കൂടി ഞാൻ ചെറിയൊരു പണയം ഒപ്പിക്കും. ഒരു ചെറിയൊരു തീപ്പെട്ടിക്കൊള്ളി അതങ്ങ് കത്തിച്ചങ്ങിടൂന്നേ, ഭും എന്ന് പറഞ്ഞു. നിന്റെ അനിയത്തി ഒരു തീ ഗോളായിട്ട് മാറും. ദാറ്റ്സ് ഓൾ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ പല്ലവി ആകെ പേടിച്ചു പോയി. ഗ്യാസ് ഇപ്പൊ പൊട്ടി തെറിച്ചു മറിച്ചു. അത് ചെറിയൊരു 3 കോളം വാർത്ത, അതിലൊതുങ്ങൂന്നേ നിന്റെ പ്രിയപ്പെട്ട അനിയത്തി. ഡാ എന്ന് പറഞ്ഞുകൊണ്ട് കോളറിന് കയറി പിടിച്ചു പല്ലവി. അങ്ങനെ എങ്ങാനും ചെയ്താ എന്ത് ചെയ്യൂടി, നീ എന്താ കൊല്ലുവോ എന്ന് ചോദിച്ചു. കൊല്ലടി, കൊല്ലുവോ നീ എന്ന് ചോദിച്ചു. പല്ലവിയെ തള്ളി ഇങ്ങനെ പുറകോട്ട് മാറ്റാട്ടോ. ഇപ്പൊ തന്നെ നീ പുറകോട്ടാ പോണത്, പിന്നെ നീ എന്നെ കൊല്ലാൻ പോണത്. മോളെ, അല്ലെങ്കിൽ തന്നെ ജീവിക്കാൻ എനിക്ക് യാതൊരു ആഗ്രഹവുമില്ല. കാരണം എന്താണെന്നറിയാലോ, നീ ഇല്ലാതെ എനിക്കെന്ത് ജീവിതം. അതാണ്, മരിക്കാൻ തന്നെ നടക്കുന്ന ആളാ ഞാൻ. മരിക്കാൻ തീരുമാനിച്ച ഒരാളെ കൊല്ലുന്നതിന് എന്താ കുഴപ്പം? ഞാൻ അത് ചിലപ്പോ ചെയ്തിരിക്കും എന്ന് പറഞ്ഞു ഇന്ദ്രൻ. ഇത് പല്ലവിനെ വല്ലാതെ ഷോക്കാക്കി പോയി കേട്ടോ. പല്ലവി വളരെ ടെൻഷനിലാണ്. എന്നെ ഈ കേസിൽ തോൽപ്പിച്ച് അങ്ങനെ നീ മിടുക്കിയാൻ ജീവിക്കാമെന്ന് നീ വിചാരിക്കേ വേണ്ട. പണി ഇനി വരാൻ പോകുന്നതേ ഉള്ളു മോളെ. എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നിന്നെ ഞാൻ കാണിച്ച് തരാവടി, നീ കണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഇന്ദ്രൻ ഇവളെ വെല്ലുവിളിച്ചിട്ട് പോവാണ് കേട്ടോ. ഏതോ
തന്നോടല്ലോടോ ഞാൻ പറഞ്ഞത് ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന്. നല്ല വൃത്തിയായിട്ടല്ലേ പാർക്ക് ചെയ്തിരിക്കുന്നത്. താനൊരു കാര്യം ചെയ്യ, ആ റോഡിൽ കിടക്കുന്ന വണ്ടിയെല്ലാം കൂടി ഇങ്ങോട്ട് പാർക്ക് ചെയ്യുക എന്ന് പറഞ്ഞു. ഇവനൊക്കെ ഏതാ എന്ന് ചോദിച്ച സെക്യൂരിറ്റി. അപ്പൊ സെക്യൂരിറ്റി ഇങ്ങനെ പറഞ്ഞ ശേഷം ഇന്ദ്രൻ അങ്ങ് പോവുകയും ചെയ്തു കേട്ടോ. അപ്പൊ പല്ലവിക്ക് ഭയങ്കര ടെൻഷനായി. പല്ലവി ഭയങ്കരമായിട്ട് ആകെ പേടിച്ച് വരണ്ടിങ്ങനെ നിന്നിട്ട് വീട്ടിൽ വന്ന് സേതുവിനെ വിളിക്കുകയാണ്. ഓ, ഇതൊന്നും വലിയ കാര്യമുള്ള കേസല്ല പല്ലവി. അവൻ തോക്കും എന്നറിഞ്ഞത് കൊണ്ടുള്ള ആ ഒരു ഭീഷണിയാണ്. അത് മാത്രമാ. അതിന് അർഹിക്കുന്ന ഗൗരവത്തോടെ തന്നെ അവഗണിക്കുകയും ചെയ്യണം. ആ തോറ്റവന്റെ വെല്ലുവിളിയായത്. അങ്ങനെ കൂട്ടിയാൽ മതി. ഇനി അതൊരിക്കലും പല്ലവിയെ ബാധിക്കാനേ പാടില്ല. സീതുട്ടാ, എനിക്ക് എന്തെങ്കിലും സംഭവിക്കാൻ പോണെങ്കിൽ ഞാനത് അവഗണിച്ചേനെ. പക്ഷെ ഇത് പാറുവിന്റെ കാര്യമാണ്. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാ എനിക്കത് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല സീതുട്ടാ. ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. ഒരിക്കലും അവൻ കേസ് തോൽക്കുന്ന അംഗീകരിക്കില്ല. അതിന് പ്രതികാരമായി അയാൾ എന്തും ചെയ്യും സേതുവേട്ടാ. ആ പകയുടെ ഏരിയായി പാവം എന്റെ അനിയത്തി ഒരിക്കലും മാറാൻ പാടില്ല. എങ്കിൽ നമുക്ക് പോലീസിൽ ഒരു പരാതി കൊടുത്താലോ? അതിന് തെളിവ് വേണ്ടേ? താൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല എന്ന് അയാള് പോലീസിനോട് പറഞ്ഞാലോ? പിന്നെ നമ്മളെ എന്ത് ചെയ്യും സേതുവേട്ടാ? അതൊന്നും നടപടിയില്ല. പാറുവിനെ ഉപദ്രവിക്കും എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ നമുക്കിപ്പോ എന്ത് ചെയ്യാൻ പറ്റും പല്ലവി എന്ന് ചോദിച്ചോ. ഇതിന്റെ പേരില് കേസ് പിൻവലിക്കാനൊന്നും പറ്റില്ലല്ലോ. അതെന്തായാലും പറ്റില്ല. കേസിൽ നിന്ന് ഞാൻ പിന്നോട്ട് പോകുന്ന പ്രശ്നമേ ഇല്ല എന്ന് പല്ലവി ഉറപ്പിച്ചു പറയാം. ഇന്ദ്രൻ എന്ന ചാപ്റ്റർ എന്നേക്കുമായി ഇതോടെ എന്റെ ജീവിതത്തിൽ നിന്ന് തന്നെ അവസാനിക്കണം. അത് തന്നെയാണ് എന്റെ ആഗ്രഹം. ആകെ ചെയ്യാവുന്നത് ഭീഷണിപ്പെടുത്തുക എന്നുള്ളതാണ്. അത് ഈ സമയത്ത് അത് ചെയ്താല് അത് വേണോ എന്ന് കൂടി ആലോചിക്കണം. ഈ വീണ് കിടക്കുന്ന ഒരാളുടെ മുഖത്ത് ചെരുപ്പിട്ട് ചവിട്ടുന്നത് പോലെയാവും അത്. മാത്രമല്ല സേതുവേട്ടാ, അങ്ങനെ ചെയ്താ അയാളുടെ വാശിയും പകയും കൂടുകയുള്ളൂ, അല്ലാതെ കുറയില്ല. നഷ്ടപ്പെടാൻ അയാൾക്ക് ഒന്നുമില്ല. മാനസികാവസ്ഥയാണെങ്കിൽ തകരാറിലോ. നമ്മള് എന്തും പ്രതീക്ഷിക്കണം എന്ന് പറഞ്ഞു. പാറു അവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും അപകടം തന്നെയാ. അതുകൊണ്ട് ആ അപകടത്തിൽ നിന്ന് എത്രയും വേഗം തന്നെ പാറുവിനെ രക്ഷിക്കണം. അതിനെന്ത് ചെയ്യാൻ പറ്റും? അത് മാത്രമാ നമുക്ക് ആലോചിക്കേണ്ട കാര്യമുള്ളൂ എന്ന് പറഞ്ഞു. ശരി, എന്നാ പിന്നെ ഒരൊറ്റ വഴിയുണ്ട് എന്ന് പറഞ്ഞു. താൻ പാറുവിനെയും വിശ്വത്തിനെയും ഒന്ന് വിളിക്കേ, നമുക്കവരെ കണ്ട് സംസാരിക്കാം. എന്നിട്ട് ഈ പ്രശ്നം നമുക്ക് കൂട്ടായിട്ട് ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലെത്താം. അത് തീരുമാനമെടുക്കണമെങ്കിൽ അവരും കൂടി വേണം. നമ്മൾ എന്ത് തീരുമാനമെടുത്താലും അത് അവരുടെയും കൂടി ആയിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ശരി, എന്നാ അത് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പൊ പാറുവിനെയും അതുപോലെ തന്നെ വിശ്വത്തിനെയും വിളിച്ചു വരുത്താണ് നമ്മുടെ പല്ലവി. അപ്പൊ പിറ്റേ ദിവസം അവരെ കാത്തു നിൽക്കുകയാണ് കേട്ടോ ഇവര്. അതെ ചേച്ചി എന്ന് വിളിച്ചു. വേണ്ട, ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിച്ചാൽ മാത്രം മതി, ഇങ്ങോട്ട് ഒന്നും തന്നെ പറയണ്ട എന്ന് പറഞ്ഞ് എന്താ പറയാ പല്ലവി ഭയങ്കര സ്ട്രോങ്ങിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അതെ, എത്രയും വേഗം തന്നെ നിങ്ങൾ ഇന്ദ്രപ്രസതി ഇറങ്ങണം. എന്നിട്ട് വേറെ എവിടേക്കെങ്കിലും നിങ്ങൾ താമസം മാറ്റണം എന്ന് പറഞ്ഞു. ഇവരിങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഇതെന്താ ഇങ്ങനെ പറയണതെന്ന്. ഒറ്റയ്ക്ക് പോയി താമസിക്കാനോ എന്ന് ചോദിച്ചു. അതെ, അത് തന്നെ. നിങ്ങൾ ഒരു കാരണവശാലും ഇന്ദ്രന്റെ കൂടെ താമസിക്കാൻ നിൽക്കരുത്. നിനക്ക് അപകടം പറ്റും എന്ന് പറഞ്ഞു. അപ്പൊ അപകടമോ എന്ന് ചോദിച്ചു. അതെ, ഇന്ന് അതിനുള്ളൊരു ശ്രമം നടക്കുകയും ചെയ്തു. നാളെ അത് വിജയിച്ചു കൂടാ എന്നില്ലല്ലോ. ഓഹോ, അപ്പൊ നേരത്തെ തോന്നിയ സംശയം അത് വെറുതെ ആയിരുന്നില്ല അല്ലേ? അതിന്റെ പിന്നില് ഏട്ടനായിരുന്നു അല്ലേ? ഏട്ടനല്ല വിശ്വ, കൊലപാതകി. അയാളെ അങ്ങനെ വിശ്വസിപ്പിക്കാൻ പറ്റൂ? ലക്ഷ്യം ഇവളാ. അല്പമെങ്കിലും വിശ്വൻ ഇവളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പാറുവിനെയും കൊണ്ട് അവിടുന്ന് മാറണം. ചേച്ചി മൊഴി കൊടുത്തു എന്ന് അറിഞ്ഞപ്പോ എന്തെങ്കിലും തിരിച്ചടി ഞാൻ പ്രതീക്ഷിച്ചതാ. പക്ഷെ ഇത്രയും ക്രൂരത അത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതേ ഇല്ല എന്ന് പറഞ്ഞു. എങ്കില് ഞങ്ങള് ചേച്ചി വിഷമിക്കൊന്നും വേണ്ട. തൽക്കാലം എത്രയും പെട്ടെന്ന് ഞാൻ മാറാം. ഒരു ഫ്ലാറ്റ് എടുക്കാം. അവിടെയാവുമ്പോ സെക്യൂരിറ്റി ഒക്കെ ഉണ്ടാവൂലോ. ശരിയാ, തൽക്കാലം നിങ്ങള് എഴുത്തുപുരയിലേക്ക് മാറുന്നത് തന്നെയാ നല്ലത് എന്ന് സേതു പറയാം. മറ്റൊന്നും കൊണ്ടല്ല, വിരുന്നിന്റെ കടം അത് ബാക്കി കിടപ്പുണ്ടല്ലോ, ആ വിരുന്നാണെന്ന് പറഞ്ഞ് തൽക്കാലം മാറുക. എന്നിട്ട് അവിടുന്ന് നിങ്ങൾ തൽക്കാലം വേറെ മാറിക്കോ. അതാവുമ്പോ ആർക്കും സംശയവും തോന്നില്ല വിശ്വ എന്ന് പാറുവും പറഞ്ഞു. ഇന്ന് തന്നെ നിങ്ങളെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് അച്ഛനും അമ്മയും വരും. വിശ്വന്റെ അമ്മ എതിർക്കാനൊക്കെ നോക്കും, സ്വാഭാവികമായിട്ട് ഇന്ദ്രനും. പക്ഷെ ഒരിക്കലും സമ്മതിച്ചു കൊടുക്കരുത്. മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിച്ചു. നിങ്ങൾ രണ്ടുപേരുടെയും നന്മയെ കരുതിയാ ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ട് എത്രയും വേഗം തന്നെ ഇത് സംഭവിക്കണം. ചേച്ചി വിഷമിക്കണ്ട.
ഇന്ന് തന്നെ ഞങ്ങളെല്ലാവരും എഴുത്തുപുഴയിൽ എത്തിയിരിക്കും. എന്താ, ഞാനും പാറും വന്നിരിക്കും, പോരെ? ഞങ്ങൾ സേഫ് ആയിരിക്കണം. അല്ല, പാറു സേഫ് ആയിരിക്കണം. അത്രേ ഉള്ളൂ എനിക്ക്. അത് പക കൊണ്ടുകൊണ്ട് കണ്ണ് കാണാൻ പറ്റാത്ത അവസ്ഥയിലാ ഏട്ടൻ. ആ പകയിൽ നിന്ന് പാറുവിനെ രക്ഷിച്ചേ പറ്റുള്ളൂ. അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞു. എന്നാ ഞങ്ങൾ ചെല്ലട്ടെ, കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും യാത്രയൊക്കെ പറഞ്ഞങ്ങ് പോയി. എങ്കിലും പല്ലവിക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ. പല്ലവി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് വേഗം തന്നെ സേതു ചെന്നിട്ട് ആശ്വസിപ്പിക്കുകയാണ്. താനൊന്ന് സമാധാനിക്കടോ എന്നൊക്കെ പറഞ്ഞു. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി അതിലും വലിയ ഗംഭീര വിശേഷമായിട്ടാണ് നാളെ വരാതിരിക്കുന്നത്. എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സി യു.